പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങും എന്ന് പറയത്തക്ക രീതിയിൽ വളരെ തുച്ഛമായ തുക വക കൊള്ളിച്ചിരിക്കുന്ന ഒരുപാട് പ്രഖ്യാപനങ്ങളാണ്. കേട്ടിരിക്കുന്നവർക്ക് ബോറടിക്കുമായിരുന്നു, ഉറക്കം വരുമായിരുന്നു. അതുപോലെ ഒരു ബജറ്റാണ് അവതരിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ തന്നെയും നമുക്ക് നോക്കി പറയേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇപ്പം RRTS, അതായത് കേരളം ഒരു ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സംസ്ഥാനമാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഈ കോഴിക്കോട് തന്നെ ഈ അടുത്ത നാളുകളിൽ നടന്ന ഒരു സംഭവം. ആ സംഭവത്തിൽ അതിൽ ആണും പെണ്ണും കുറ്റക്കാരായിരുന്നിരിക്കത്തില്ല ഒരു തരത്തിലും. പക്ഷേ അത്രയേറെ നമ്മൾ ആ വീഡിയോ കണ്ടപ്പോൾ നമുക്കറിയാം, അത്രയേറെ ഇടിച്ചു തള്ളിയാണ് ആ ബസ്സിൽ യാത്രക്കാർ ആ യാത്ര എന്ന് നമുക്ക് മനസ്സിലായി. 1000 സ്ക്വയർ കിലോമീറ്ററാണ് ഉള്ളത്. ആ 38,000 സ്ക്വയർ കിലോമീറ്ററിൽ 19,000 സ്ക്വയർ കിലോമീറ്ററും ഹിൽ ട്രാക്സ് ആണ്. അതായത് അപ്പം ഈ പറയപ്പെട്ട സമതല പ്രദേശങ്ങളിലൊക്കെ എന്താണ് പറയുക, രൂക്ഷമായ യാത്രാക്ലേശം അനുഭവിക്കുന്ന കാലത്ത് നമുക്കൊരു റെയിൽ, അതായത് സിൽവർ ലൈൻ തരാമെന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞു. പക്ഷേ ആ സിൽവർ ലൈനിനേക്കാളും ഞങ്ങൾ ഇതാണ് ആഗ്രഹിക്കുന്ന എന്ന രീതിയിലാണ് ഗവൺമെൻറ് ഇപ്പോൾ ഒരു പ്രത്യേക ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അറിഞ്ഞുകൂടാ നമുക്ക് വേണ്ടത് ഈ സിൽവർ ലൈനാണോ അതെയോ റാപ്പിഡ് റെയിലാണോ ഏതാണ് എന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്തായാലും ആ പ്രഖ്യാപനം നടപ്പാകുമെങ്കിൽ ആ പ്രഖ്യാപനം തരക്കേടില്ലാത്ത പ്രഖ്യാപനമാണ്. പക്ഷേ ആ പ്രഖ്യാപനത്തിന് പറ്റാൻ സാധ്യതയുള്ള ഒരു പാളിച്ച 2016-17 ബജറ്റ് ഓർമ്മയുണ്ടോ? അതിലെ ഡോക്ടർ ഐസക് പറഞ്ഞിരുന്നു, റബ്ബർ കർഷകരെ സഹായിക്കാൻ വേണ്ടി സിയാൽ മോഡലിൽ ഒരു കമ്പനി കൊണ്ടുവരുമെന്ന്. എവിടെ? അത് കഴിഞ്ഞ് 10-11ാമത്തെ ബജറ്റായിപ്പോൾ ഇതുവരെ സിയാൽ മോഡൽ കമ്പനി വന്നില്ല. റബ്ബർ കർഷകർ നഷ്ടത്തിലും കഷ്ടത്തിലുമാണ്. ഇനി അതുപോലെ അന്ന് ആ 2016-17 ബജറ്റിൽ തന്നെ ഇദ്ദേഹം പറഞ്ഞു, ഡോക്ടർ ഐസക് പറഞ്ഞു, കൊച്ചി, കോയമ്പത്തൂർ, ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി, അങ്ങനെ ഒരു വ്യവസായ ഇടനാഴി വന്നിരുന്നെങ്കിൽ കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറുമായിരുന്നു. ഈ അടുത്തിടെ നീതി ആയോഗ് നടത്തിയ ഒരു പഠനമുണ്ട്. എന്താ ആ പഠനം? എന്തിനെ പറ്റിയുള്ള പഠനമായിരുന്നു? അതായത് കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എക്സ്പോർട്ട്, അതായത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എക്സ്പോർട്ടബിലിറ്റിയെ പറ്റിയാണ് ആ പഠനം നടത്തിയത്. എക്സ്പോർട്ട് സജ്ജമാണോ സംസ്ഥാനം? ആ പഠനത്തിൽ 5-6 വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് കണ്ടെത്തി. എക്സ്പോർട്ട് സജ്ജമല്ല. നമുക്ക് അതിന് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് 53.76 മാർക്കാണ് 100-ൽ കിട്ടിയത്. അപ്പോൾ എവിടെ പോയി ബാക്കി മാർക്ക്? 4-5 കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, കേരളത്തിൻ്റെ എക്സ്പോർട്ട് സജ്ജമല്ല, വ്യവസായ സജ്ജമല്ല. കാരണം ഒന്ന്, സ്ഥല ദൗർലഭ്യം. 2, ഉയർന്ന ജോലിക്കൂലി, ഉയർന്ന ചെലവ്. ജോലിക്കൂലി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഉയർന്ന ചെലവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, റോ മെറ്റീരിയൽസ് മുതൽ എല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരണം. അതുമാത്രവുമല്ല, എല്ലാം കൊണ്ടുവന്ന് പണി തുടങ്ങിയാൽ തന്നെ കൂലി അതിഭയങ്കര കൂലിയാണ്. അത് മര്യാദ കൂലിയും തന്നെ നമുക്ക് പറയാം. പക്ഷെ അതിൻ്റെ കൂടെ നോക്കുകൂലിയും കൂടി കൊടുക്കേണ്ടി വരുമ്പോഴോ അങ്ങനെയാണ് ആ വ്യവസായം വരില്ലാത്തത്. അതുകൊണ്ട് തീരുന്നില്ല, പിന്നെയും വരികയാണ് കാരണങ്ങൾ. ഇങ്ങനെ പ്രായമേറിയ ജനസംഖ്യ വേറൊരു കാരണം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പരിമിതി. അതായത് നമ്മുടെ സർവകലാശാലകളും സ്കൂൾ കോളേജുകളും എല്ലാം ഒരുപാട് അപ്ഡേഷൻ ആവശ്യമായിരിക്കുന്നു. അതായത് ടെക്നോളജി വളരെ പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കേരളത്തിലെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 50 കൊല്ലം മുൻപ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഇപ്പോഴും മുൻപോട്ട് പോവുകയാണ്. അതുകൊണ്ട് ആ വലിയ വിടവ് നികത്താതെ നമുക്ക് ഒരു കാരണവശാലും മുൻപോട്ടുള്ള പ്രോഗ്രസ് ഉണ്ടാവുകയില്ല. ഇതാണ് നീതി ആയോഗിൻ്റെ പഠനം പറയുന്നത്. പക്ഷേ ഇവിടെ ഇന്ന് എന്താ ചെയ്തിരിക്കുന്ന ബജറ്റിൽ? ഡിഗ്രി തലം വരെയുള്ള ഫീസ് എല്ലാം എടുത്തു കളഞ്ഞിരിക്കുന്നു. നമുക്കറിയാം ഓൾറെഡി വലിയ ഫീസൊന്നുമില്ല കേരളത്തിൽ. അതായത് SC ST അവർക്ക് ഫീസില്ല. അതുപോലെ തന്നെ ആ റേഷൻ കാർഡ് അനുസരിച്ച് താഴെ തട്ടിലുള്ള ആർക്കും തന്നെ ഫീസില്ല. പിന്നെ മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ്, അപ്പർ ക്ലാസ്, ഇത്തരം കൂട്ടത്തിൽ ഇത്തരം ആൾക്കാർക്ക് മാത്രമാണ് ചുരുങ്ങിയ ഫീസുള്ളത്. ആ ഫീസ് പോലും വേണ്ട എന്ന് വെക്കേണ്ട കാര്യം എന്താണ്?
ഈ നേരത്തെ പറഞ്ഞ എഡ്യൂക്കേഷൻ ലെവലിലെ പോരായ്മകൾ പരിഹരിച്ച് അതിനെ ആഗോള ലെവലിലേക്ക് എത്തിക്കണമെങ്കിൽ വലിയ തോതിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, മൂലധന നിക്ഷേപം നമുക്ക് വേണം. ആ മൂലധന നിക്ഷേപത്തിന് വേണ്ടി ഇങ്ങനെ അതായത് സംസ്ഥാനം അതിഗൗരവതരമായ ഫിസ്ക്കൽ ക്രൈസിസിൽ പെട്ടിരിക്കുന്ന കാലത്താണ് കിട്ടാവുന്ന ധനസമാഹരണ മാർഗങ്ങൾ ഓരോന്നായി അടച്ചു കളയുന്നത്.